എല്ലാവർക്കും നമ്മുടെ ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കിടിലം ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു മസാല ചേർത്തിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്തിട്ടുള്ളൊരു 3 ചെറിയ കുഞ്ഞുള്ളിയില്ലേ, 3 ചെറിയ ഉള്ളി ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 7 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എല്ലാം കൂടെ നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീനിനൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത്. അപ്പം നമ്മളിത് വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. നല്ലതുപോലെ അരഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിലോ മറ്റോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നിങ്ങളൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പം നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് കാണിക്കാവേ. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണേ. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ എടുക്കുന്ന മീൻ എത്രത്തോളം അളവുണ്ടോ അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത്, ഇതിപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ പെപ്പർ പൗഡർ, പിന്നെ ഇതേ കുറച്ച്, അതായത് 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ്. ഇത് അരിപ്പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഈ തണുത്ത് പോയാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ തിരുമി നമ്മുടെ മീനിൽ ഫുള്ളായിട്ട് പിടിക്കത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ടോ അതനുസരിച്ച് കൂടുതൽ സമയം വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെച്ചാൽ അത്രയും നല്ലത്. ഇപ്പം മസാലയൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് നേരമാണ് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഫ്രൈ ചെയ്ത് തുടങ്ങാം. എത്ര സമയം വെക്കുന്നോ അത്രത്തോളം നമ്മുടെ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ കടുക് ഇട്ട് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ അടിക്ക് പിടിക്കാറില്ല. അങ്ങനത്തെ ആ ഒരു പരിപാടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മീനിന്റെ പീസൊക്കെ ഓരോന്നായിട്ട് ഫ്ലെയിം ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട്.
അപ്പം ഞാനിപ്പോൾ ഇത് ഇത്ര ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാം. പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ജീരകം, പെരുംജീരകത്തിന്റെ ഒക്കെ ഒരു നല്ല മണം, വെളുത്തുള്ളി, മസാല നല്ല ഒരു മണമോ. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓളം എന്ന് പറയുന്നൊരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അപ്പൊ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി, അപ്പോഴത്തേക്ക് ഉള്ളും നല്ലതുപോലെ വെന്ത് കിട്ടും. ഈ ഒരു സൈഡും കൂടെ നമുക്ക് അതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അധികം കോരി മാറ്റാം. നമ്മുടെ അരിപ്പൊടി ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും ഇത് തണുത്ത് പോയാലും അതിന്റെ ക്രിസ്പിനെസ് ഒന്നും പെട്ടെന്നൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മുടെ കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.